ഹലോ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ വളരെ കോമൺ ആയിട്ട് പേരൻസ് കുട്ടികളെയും കൊണ്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ ഈ പേരൻസ് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിത് ശരിക്കും കേൾക്കുന്നവർ ഒരു പ്രൊഫഷണൽ പറയുന്നു എന്നുള്ളൊരു രീതിക്ക് തന്നെ അതൊന്ന് മനസ്സിലേക്ക് എടുക്കണം കേട്ടോ. അതെന്താ വെച്ചാൽ ഇതാണ് ആ ഒരു ക്ലീശേ ഒരു ഡയലോഗ് വരുന്നത്. നന്നായി പഠിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. കൊളാസ്റ്റിക് പെർഫോമൻസ് എന്ന് പറയും. സ്കൂൾ ലെവൽ പെർഫോമൻസ് സൂപ്പറാണ്, പ്രശ്നമൊന്നും ഇല്ലല്ലോ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ സ്കൂൾ ലെവൽ പെർഫോമൻസ് അല്ലെങ്കിൽ അക്കാഡമിക്സ് എന്ന് പറയുന്നത് ഒരു ഏരിയ മാത്രമാണ്. അതെല്ലാം ആയിട്ടില്ല. അത് വൺ ഓഫ് ദ ഏരിയ. സംഭവം സത്യം തന്നെയാണ്. ഈ കുട്ടികൾ പഠിക്കുകയാണ്, മാർക്ക് കിട്ടുകയാണ്, വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കണില്ല, അലമ്പുണ്ടാക്കുന്നില്ല. സത്യം പറഞ്ഞാൽ പേരൻസിനെ ശല്യം ചെയ്യണില്ല, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് ശല്യമാവുന്നില്ല. അങ്ങനെയാണെന്നുണ്ട് പഠിക്കുന്ന ഒരു കുട്ടിയും കൂടെ ആണെങ്കിൽ പിന്നെ ആരും ശ്രദ്ധിക്കില്ല. നെഗ്ലക്റ്റഡ് ആണ് ആ ചൈൽഡ്. പക്ഷേ ഒന്ന് ഓർക്കുക, പഠനം എന്ന് പറയുന്നത് ഒരു ഡൊമെയിൻ മാത്രമാണ്. വേറെ പിന്നെ എന്തൊക്കെ ഡൊമെയിനാണ് വരുന്നത് വെച്ചാൽ ശ്രദ്ധ ഒരു കാര്യമാണ്. റെസ്റ്റ്ലെസ്നെസ്, അത് നമുക്ക് ഭയങ്കര പിരിവിരിപ്പുള്ള കുഞ്ഞുങ്ങളായിരിക്കും. അവരെയൊക്കെ പെട്ടെന്ന് ടാപ്പ് ചെയ്യും, കാരണം ഇവർ അങ്ങനെ ഇങ്ങോട്ട് ഓടി നടക്കുമല്ലോ. ശ്രദ്ധയ്ക്ക് പ്രശ്നം വരാം. വേറെ നമ്മൾ ഭയങ്കര നെഗ്ലക്റ്റഡ് ആക്കണ ഒരു ഏരിയയാണ്. നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അടക്കവും ഒതുക്കവുമുള്ള മിണ്ടാതിരിക്കുന്ന ഒരു കുട്ടിയാണ്. അതായത് മിണ്ടാതിരിക്കുന്ന ഒരു കുട്ടി, ഒരു 4 വയസ്സ് 5 വയസ്സുള്ളൊരു കുട്ടിയിൽ നിന്ന് നമ്മൾ സാധാരണ അവരുടെ ഒരു പ്രായത്തിനനുസൃതമായിട്ടുള്ളൊരു സോഷ്യൽ ഇൻട്രാക്ഷൻ, സമൂഹവുമായിട്ടുള്ളൊരു ഇടപഴകൽ, അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഫ്രണ്ട്സ് ഇല്ല, വലിയ ഫ്രണ്ട്സൊന്നും ഇല്ല, കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. ക്ലാസ്സിൽ പോയാൽ മിണ്ടാതെയാണ് ഇരിക്കുന്നത്, ഒന്നും പറയണില്ല. അപ്പോൾ ചില ടീച്ചേഴ്സൊക്കെ ഇത് മുഖവിലയ്ക്ക് എടുത്തിട്ട് പേരൻസിനോട് പറയാറുണ്ട്, എന്താ കുഞ്ഞൊന്നും മിണ്ടുന്നില്ലല്ലോ എന്ന്. പക്ഷെ പലരും അത് കണ്ടു എന്ന് നടിക്കില്ല, കാരണം കുട്ടി പ്രശ്നം ഉണ്ടാക്കുന്നില്ലല്ലോ. അങ്ങനെയല്ല, പഠനത്തിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ആസ് സച്ച് ഫുള്ളി ഹെൽത്തി ആണെന്നല്ല. ഇങ്ങനെയുള്ള ഈ ആൾക്കാരോട് സംസാരിക്കുക, ദേഷ്യം, സങ്കടം, ശ്രദ്ധ, ഇതുപോലുള്ള കാര്യങ്ങൾക്കും കൂടെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്തെങ്കിലും വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ള പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക. ഓക്കെ. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പാർവതി.